ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലായിടത്തും മഴയാണല്ലേ. രാവിലെ തന്നെ കുറച്ച് മഴക്കാഴ്ചകളായാലോ. കൂടെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും സബ്ബൊക്കെയാണ് നമ്മുടെ ഒരു മുന്നേറ്റം. അപ്പോൾ അതാ രാവിലെ നമ്മൾ പണിക്കിറങ്ങിയതായിരുന്നു കേട്ടോ. എഴുന്നേറ്റപ്പോഴൊക്കെ നല്ല വെയിലും നല്ല കാലാവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ പണിക്കിറങ്ങിയതാ. വന്നു കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞില്ല, അതിന് മുമ്പ് ഇതാണ് അവസ്ഥ കേട്ടോ. തകർത്തടിച്ച് മഴ പെയ്തു, നല്ല മഴ പെയ്തു കേട്ടോ. പക്ഷേ മഴ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പണിയൊക്കെ അവിടെ നിന്ന് പൂർത്തിയാക്കി പോയി. പിന്നെ നമ്മുടെ തോട്ടത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. തലേന്ന് രാത്രി ആന വന്നു റബ്ബറിൻ്റെ കൊമ്പൊക്കെ ഒടിച്ചിട്ട്. ഇല തിന്നത് ആനയാണോ അതോ വേറെ മാനോ മറ്റോ ആണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ആനയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ഇതുണ്ടോ, ആന ചവിട്ടിയോടൊക്കെ അങ്ങോട്ട് താന്ന് പോയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് ഒരു വലിയ ആനയാണെന്ന് കേട്ടോ പറഞ്ഞതാണ്. ആനപ്പിണ്ടം ചക്കക്കുരുവൊക്കെ കിടക്കുന്നു. ആന വന്ന് ഒടിച്ചതാണ് ഈ കൊമ്പൊക്കെ കേട്ടോ. ഇതിൻ്റെ ഇല എന്തായാലും ഊരി തിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതവിടെ ആ ഒരു പ്ലാവുണ്ട്. ആ പ്ലാവിൽ കുറേ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. ആ ചക്കയൊക്കെ എന്തായാലും കുലുക്കി ചാടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിന്ന് ചവിട്ടി നല്ലോണം ഇവിടെ നിന്ന് ചവിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അവിടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വെളുപ്പിനാണ് ആന വന്നത്. അപ്പം നോക്കിയും കണ്ടൊക്കെ നിൽക്കാൻ ആൾക്കാർ പറഞ്ഞപ്പം ചെറിയൊരു പേടിയൊക്കെ ഉള്ളിലുണ്ടായി കേട്ടോ. സ്വാഭാവികം. ആന പ്ലാവിൽ നിന്ന് ചക്കയൊക്കെ ചവിട്ടിച്ചടിച്ച് കുലുക്കി ചാടിച്ച് തിന്നിട്ട് പോയ ഭാഗമാണ്. കല്ലൊക്കെ അവിടെ നിന്നിട്ട് ആ പ്ലാവിനെ കുലുക്കിയതാണ് കേട്ടോ. ആ ഒരു ഭാഗം ആന കുളമാക്കിയിട്ടേക്കുവാണ് കേട്ടോ. ഇതാണ് ആ പ്ലാവിൻ ചോടിൻ്റെ അവസ്ഥ. ഇവിടെ നിന്നിട്ട് പ്ലാവ് കുലുക്കിയതോ തള്ളി മറിച്ചിടാൻ നോക്കിയതൊക്കെ ആവാം. അത്ര ഉയരത്തിലായിരുന്നു. ഇനി ഇങ്ങോട്ട് ഒരു കാടിൻ്റെ സൈഡാണ്. എനിക്കങ്ങോട്ട് പോകാൻ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഈ ഒരവസ്ഥയിൽ ഉണക്കച്ചുള്ളി ഒടിഞ്ഞു ചാടിയാലും ഞാൻ ഓടും. ആ ഒരവസ്ഥയിലാണ് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം പണിക്കിടയിലും എൻ്റെ കണ്ണും മൂക്കും ചെവിയൊക്കെ 4 പാടും ഉണ്ട് കേട്ടോ. ഇതിനിടയിലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയെണ്ണാൻ അതിലൂടെ ചാടി വന്നു കഴിഞ്ഞപ്പം എവിടെ നിന്നോ ഒരു ചുള്ളിക്കോലോ എന്തോ ഒടിഞ്ഞ് താഴെ വീണു. ഒരു സെക്കൻഡ് ഞാനൊന്ന് ഞെട്ടി. പിന്നെ അവിടെ നിന്ന് നോക്കി എന്താണെന്ന്. നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മലയെണ്ണാനായിരുന്നു. നമുക്കൊരാശ്വാസമുണ്ട്. എന്തെങ്കിലുമൊക്കെ ജീവികളും ജന്തുക്കളൊക്കെ താഴേക്കൂടെ വരുവാണെങ്കിൽ ഈ മലയണ്ണാന്മാർ മരത്തിൻ്റെ മേലെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും. അപ്പം അതൊക്കെ നോക്കിയും കണ്ടൊക്കെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും ഇപ്പം ഫുള്ള് ആനശല്യമായി. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യാൻ, ആനയെക്കൊണ്ട് നല്ല ശല്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വെട്ടുന്നതൊക്കെ അത്യാവശ്യം നല്ല പേടിച്ച് പറിച്ച് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം ഞാൻ ഓരോ തവണയും എൻ്റെ കണ്ണൊക്കെ കാട്ടിനകത്തോട്ട് പോകുന്നുണ്ട്. കാരണം വല്ലയിടത്ത് ഈ ആനയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് മറയുന്നിടത്ത് അത് മറഞ്ഞ് നിൽക്കുമല്ലോ, നമുക്കും കാണാൻ പറ്റില്ല. അനങ്ങാതെ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എന്നെ പേടിപ്പിച്ച കക്ഷിയാണ് ചാടി ചാടി വരുന്നത് കേട്ടോ. അത് അപ്പുറത്തോടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉണക്കക്കമ്പ് എന്തോ ഒടിഞ്ഞ് വീണു. ഞാനൊന്ന് ഞെട്ടി. അവനിങ്ങനെ ചാടി ചാടി മരത്തെ കൂടെയൊക്കെ ചാടി ചാടി നടക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എനിക്കിട്ട് നോക്കുകയൊക്കെ ചെയ്യും. ഞാൻ അവിടെ നിന്നൊരു പച്ചക്കമ്പ് ഒടിച്ച് താഴെയിട്ട് കണ്ടോ. ഇതാണ് കുരുത്തക്കേടിൻ്റെ കൂടാരാ. ഇതവിടെ നിന്നൊരു ചാട്ടമുണ്ട് കേട്ടോ. ഇതാണ് അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ എനിക്കിട്ട് നോക്കുവാണ്. പേടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ അടുത്തോട്ടൊക്കെ ഇങ്ങനെ മരത്തക്കൂടൊക്കെ ഇറങ്ങി വരും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ മഴ വിശേഷവും ആന വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.